ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർവതി കാണാതെ പുറത്തു കിടക്കാൻ പറ്റിയതിൽ സമാധാനം കാണുകയാണ് പ്രതാപൻ. അപ്പോഴാണ് പാർവതി പുറത്തു വന്നിട്ട് ആരാത് എന്ന് ചോദിക്കുന്നത്. എന്നിട്ട് പാർവതി മനസ്സിൽ പറയും, ഇതിനകത്ത് ആരോ കയറിയിട്ടുണ്ട്, വിശാൽ സാറിനെ വിളിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ച് പാർവതി വിശാലിനെ വിളിക്കാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണ്. ഇതൊക്കെ ശേഖരൻ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പാർവതി അകത്തേക്ക് പോയ തക്കം നോക്കി അകത്തേക്ക് കയറാൻ നോക്കിയ പ്രതാപനെ ശേഖരൻ പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തുകയാണ്. അടി കൊണ്ടതും പ്രതാപന്റെ ബോധം പോവുകയാണ് കേട്ടോ. അപ്പോൾ ശേഖരൻ ആ മാജിക് ബോക്സ് പ്രതാപന്റെ കയ്യിൽ നിന്നെടുത്ത് അകത്തേക്ക് പോവുകയാണ്. അതേസമയം പാർവതി വിശാലിനോട് പറയും, സാറേ, ഈ വീടിനകത്ത് ആര് കയറിയിട്ടുണ്ട്, ഞാൻ കണ്ടതാണ്. അപ്പോൾ വിശാൽ പറയും, ഈ വീടിനകത്ത് കയറാൻ ഒരു കള്ളന് ധൈര്യപ്പെടില്ല, ഇതേ ഗായത്രി വില്ലയാണ്. അപ്പോൾ പാർവതി പറയും, അല്ല, കയറിയിട്ടുണ്ട്, ഞാൻ കണ്ടു എന്ന് മനസ്സിലായപ്പോളേ മുറിയുടെ വാതിൽ തുറന്ന് ഓടിപ്പോയി. അപ്പോൾ വിശാൽ പറയും, ആള് പുറത്തുപോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, അവൻ വന്ന വഴി പോയി കാണും. അപ്പോൾ പാർവതി പറയും, ഇനി എന്ത് ചെയ്യും സാറേ? അപ്പോൾ വിശാൽ പറയും, ഇനി ഒരു വഴിയേ ഉള്ളൂ, നമുക്ക് കറണ്ട് വരുന്നത് വരെ കണ്ണിൽ കണ്ണിൽ ഇങ്ങനെ നോക്കി നിൽക്കാം, അങ്ങനെ നിന്നാൽ നേരം വെളുത്താലും കറണ്ട് വരില്ല. അപ്പോൾ വിശാൽ പറയും, വേണ്ട, വരണ്ട, നമുക്ക് പുലരും വരെ ഇങ്ങനെ നിൽക്കാം. അപ്പോൾ പാർവതി പറയും, സാറിനെ മുഴുവട്ടാണ്. അപ്പോൾ വിശാൽ പറയും, ഈ വട്ടിന് ഒരു പ്രത്യേക സുഖമാണ് എന്ന് പറഞ്ഞിട്ട് പാർവതി ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴാണ് ഗാർഗി പാർവതി പാർവതി എന്ന് വിളിച്ച് നടക്കുന്നത് കേട്ടോ. അത് കേൾക്കുമ്പോൾ വിശാൽ വിചാരിക്കും, വരുന്നുണ്ട് അവള് സ്വർഗത്തിലെ കട്ടറുമാവാൻ. അപ്പോഴാണ് പ്രതാപന് ബോധം തെളിയുന്നത്. ബോധം തെളിഞ്ഞ പ്രതാപൻ മാജിക് ബോക്സ് അന്വേഷിക്കുകയാണ് കേട്ടോ. പക്ഷേ അത് കിട്ടുന്നില്ല. അപ്പോൾ പ്രതാപൻ ഓടി പ്രഭാവതിയുടെ അടുത്തേക്ക് വരികയാണ്. പ്രതാപനെ കാണുമ്പോൾ പ്രഭാവതി ചോദിക്കും, എന്തായി, മാജിക് ബോക്സ് കിട്ടിയോ? അപ്പോൾ പ്രതാപൻ പറയും, ജസ്റ്റ് മിസ് ചേച്ചി. അപ്പോൾ പ്രഭാവതിക്ക് ആകെ ദേഷ്യം വരാണ് കേട്ടോ. എന്നിട്ട് പറയും, കിട്ടിയില്ല അല്ലേ, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണല്ലോ പ്രതാപ. അപ്പോൾ പ്രതാപൻ പറയും, ചേച്ചി എനിക്ക് ഒരു ചാൻസ് കൂടെ തരണം. അപ്പോൾ പ്രഭാവതി പറയും, തോറ്റു തെറ്റി എഴുതാൻ ഇതെന്താ 10ാം ക്ലാസ് പരീക്ഷയാണോ? അപ്പോൾ പ്രതാപൻ പറയും, മുത്തപ്പനാണ് സത്യം, ഞാൻ ആ മാജിക് ബോക്സ് പൊക്കിയിരിക്കും, സത്യം സത്യം സത്യം. അപ്പോൾ പ്രഭാവതി പറയും, ഒന്ന് ഇറങ്ങിപ്പോടാ പ്രതാപ, നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. നിന്നെ പറഞ്ഞു വിട്ട സമയത്തെ ആ അന്തനെ പറഞ്ഞു വിട്ടെങ്കിൽ പുഷ്പ പോലെ അയാൾ അത് കൊണ്ടുവന്ന് തന്നേനെ. അപ്പോൾ പ്രതാപൻ പറയും, എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്ത സ്ഥിതിക്ക് ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല, ഞാൻ എൻ്റെ റൂമിൽ കാണും എന്നും പറഞ്ഞിട്ട് പ്രതാപൻ അവിടെ നിന്ന് പോവുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് പ്രഭാവതി. അതേസമയം ഗാർഗി പാർവതിയോട് ചോദിക്കും, നീ കള്ളനെ കണ്ടു എന്ന് പറയുന്നത് സത്യമാണോ പാർവതി? അപ്പോൾ പാർവതി പറയും, സത്യ ഗാർഗി, ഒരു കറുത്ത രൂപം, തലയിലെ ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാർഗി പറയും, നമുക്ക് പുറത്തു പോയിട്ട് നോക്കാം, എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. അപ്പോഴാണ് ശേഖരൻ്റെ കയ്യിൽ നിന്ന് ആ മാജിക് ബോക്സ് താഴെ വീഴുന്നത് കേട്ടോ. ശബ്ദം കേൾക്കുമ്പോൾ ഗാർഗി പറയും, നീ പറഞ്ഞത് ശരിയാണ് പാർവതി, ആള് പുറത്തു പോയിട്ട് വീണ്ടും അകത്ത് കയറിയിട്ടുണ്ട്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഗാർഗി അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം ശേഖരൻ ആ മാജിക് ബോക്സ് താഴ്ത്തുനിന്ന് എടുത്തിട്ട് വിചാരിക്കും, ഈ മാജിക് ബോക്സ് ഇനി എൻ്റെ മുറിയിൽ സൂക്ഷിക്കുന്നത് ബുദ്ധിയല്ല, പ്രതാപിനെ ഇത് കണ്ടെത്തിയ സ്ഥിതിക്ക് ഇത് വിശാലിനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വരികയാണ്. അപ്പോഴാണ് ഒരു വെട്ടുകത്തിയുമായിട്ട് ഗാർഗി അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോഴാണ് അവിടെ നിൽക്കുന്നത് ശേഖരനാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. ശേഖരനെ കാണുമ്പോൾ പാർവതി ചോദിക്കും, മുത്തശ്ശൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഇത്ര നേരമായിട്ടും ഉറങ്ങിയില്ലേ? അപ്പോൾ ഗാർഗി ചോദിക്കും, നിങ്ങൾ എന്തിനാ ഈ കറണ്ട് പോയ നേരത്തെ ഇവിടെ നിൽക്കുന്നത്, വേഗം പറ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എല്ലാവരെയും വിളിച്ചു കൂട്ടും. അപ്പോൾ ശേഖരൻ ചോദിക്കും, കറണ്ട് പോയ നേരത്ത് നിങ്ങൾ എന്താ ഇവിടെ? അപ്പോൾ ഗാർഗി പറയും, ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ, എന്നിട്ട് തീരുമാനിക്കാം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണോ വേണ്ടയോ എന്ന്. അപ്പോൾ ശേഖരൻ പറയും, ഒരു ശബ്ദം കേട്ട് വന്നതാണ് ഞാൻ, ആരോ വീഴുന്ന പോലെ തോന്നി. ആരാണ് എന്ന് ചോദിക്കുന്ന പാർവതി മുകളിൽ ശബ്ദവും കേട്ടു. ഈ ബോക്സ് എടുക്കാൻ കള്ളന്മാരാരെങ്കിലും വന്നതാണെന്ന് കരുതി ഞാൻ ഈ ബോക്സ് പാർവതിക്ക് കൊടുക്കാൻ വരികയായിരുന്നു, ഇതെൻ്റെ മുറിയിലിരുന്നാലേ ശരിയാവില്ല. അപ്പോൾ ഗാർഗി ചോദിക്കും, ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു? അപ്പോൾ പാർവതി ഗാർഗിയോട് പറയും, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് പാർവതി മുത്തശ്ശനോട് ചോദിക്കും, മുത്തശ്ശൻ എന്തിനാ ഇതെടുത്ത് ഇങ്ങോട്ട് വന്നത്? നാളെ ഞാൻ മുത്തശ്ശൻ്റെ മുറിയിലേക്ക് വരുമ്പോൾ തന്നാൽ മതിയായിരുന്നല്ലോ, എന്തായാലും കൊണ്ടുവന്നതല്ലേ, ഇത് ഇങ്ങോട്ട് തന്നെ തായെന്ന് പറഞ്ഞിട്ട് മാജിക് ബോക്സ് പാർവതി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ പ്രഭാവതി ഗായത്രി അമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ട് വരുന്ന പ്രതാപൻ ഒന്ന് ഞെട്ടാണ്. എന്നിട്ട് വിചാരിക്കും, ഞാനിത് എന്തായി കാണുന്നത് മുത്തപ്പ, ഈ ചേച്ചിക്ക് ഇത് എന്തു പറ്റി? അപ്പോൾ പ്രഭാവതി ഗായത്രി അമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയും, ചേച്ചി ഉള്ളപ്പോൾ ഈ വീട് എങ്ങനെയായിരുന്നു, ചേച്ചി ഉള്ളപ്പോൾ ഈ കുടുംബം എങ്ങനെയായിരുന്നു, ചേച്ചി ഇല്ലാതായപ്പോഴാണ് അതിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലായത്.
ഈ വീട്ടിൽ എല്ലാം ഉണ്ട്, പക്ഷേ സന്തോഷവും സമാധാനവും ഇല്ല. ചേച്ചി എനിക്ക് ദാനം തന്നതാണ് ഈ വീടും ഈ സ്വത്തുമൊക്കെ. പക്ഷേ ചേച്ചിക്ക് അത് അനുഭവിക്കാൻ യോഗയില്ലാതെ പോയി. വിശാലിനെ വളർത്താൻ എന്നെ ഏൽപ്പിച്ചിട്ട് ചേച്ചി പോയി. അവനെ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് വളർത്തിയതും വലുതാക്കിയതും ഒക്കെ ഞാനാണ്. ചേച്ചിയുടെ ആഗ്രഹം പോലെ ഞാൻ അവനെ വളർത്തി. എനിക്ക് ചേച്ചിയുടെ ദർശനം ലഭിക്കാൻ ഭാഗ്യമില്ലല്ലോ. പാർവതിക്ക് മാത്രമല്ലേ ചേച്ചി ദർശനം നൽകൂ. എൻ്റെ ദുഃഖവും സന്തോഷവും എനിക്ക് ഈ ഫോട്ടോ നോക്കിയല്ലേ പറയാൻ പറ്റൂ. ഇതൊക്കെ വിശാൽ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിശാൽ പ്രഭാവതിയോട് പറയും, അമ്മയെ കാണാനുള്ള ഭാഗ്യം പാർവതിക്ക് മാത്രമേ ഉള്ളൂ അമ്മേ. ആദ്യം ഞാനും ഒന്നും വിശ്വസിച്ചില്ല, ഇപ്പം ഞാനും പാർവതിയിൽ വിശ്വസിച്ചു തുടങ്ങി. പാർവതി എൻ്റെ അമ്മയെ കാണുന്നത് പോലെ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ കൊതിയുണ്ട്, പക്ഷേ എനിക്കതിനുള്ള ഭാഗ്യമില്ല. അപ്പോൾ പ്രഭാവതി പറയും, പാർവതിക്ക് മാത്രമല്ല, ഞാനും ഇന്നലെ ഗായത്രി ചേച്ചി സ്വപ്നം കണ്ടു. അതൊരു വല്ലാത്ത സ്വപ്നമായിരുന്നു മോനെ. അപ്പോൾ പ്രതാപം വിചാരിക്കും, വെറുതെ അല്ല കൊച്ചു വെളുപ്പാൻ കാലത്ത് ചേച്ചിയുടെ സ്റ്റൈലും പെർഫോമൻസ്. ഇപ്പോഴാണ് എനിക്ക് റൂട്ട് ക്ലിയർ ആയത്. അപ്പോൾ വിശാല് പ്രഭാവതിയോട് ചോദിക്കും, എന്താ പറഞ്ഞത്? അമ്മയെ സ്വപ്നം കണ്ടുവെന്നോ? എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. അപ്പോൾ പ്രഭാവതി പറയും, ഇന്ന് മോൻ്റെ അമ്മയുടെ ആണ്ടല്ലേ, അതായിരിക്കും ചേച്ചി എനിക്ക് സ്വപ്ന ദർശനം തന്നത്. ചേച്ചി സ്വപ്നത്തിൽ എന്നോട് എന്താണ് പറഞ്ഞതെന്ന് അറിയോ മോനെ? നിന്നെപ്പറ്റി മാത്രമേ ഗായത്രി ചേച്ചി എന്നോട് ചോദിച്ചുള്ളൂ. അസുഖമായി കിടക്കുന്ന ഗോപിയേട്ടനെ കുറിച്ച് പോലും ചേച്ചി എന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ല. അതിനർത്ഥം ചേച്ചിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നല്ലേ? അപ്പോൾ വിശാൽ പറയും, എനിക്ക് എൻ്റെ അമ്മയെ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയുന്നില്ലല്ലോ, അതിന് മാത്രം ഞാൻ എന്ത് പാപാ ചെയ്തത്? അപ്പോൾ പ്രഭാവതി പറയും, നീയും കാണേണ്ടതാണ്, പക്ഷേ എന്തുകൊണ്ട് കാണുന്നില്ല? അതിനർത്ഥം എന്തോ ഒരു തടസ്സം ഉണ്ടെന്നല്ലേ? ആ തടസ്സം മാറ്റാൻ ഒരു വഴിയുണ്ട്. ഇത് കേൾക്കുമ്പോൾ വിശാൽ ചോദിക്കും, എന്ത് വഴി? എൻ്റെ അമ്മയെ കാണാൻ എന്ത് വഴിയാണ് ഉള്ളതമ്മേ? അപ്പോൾ പ്രഭാവതി പറയും, പാർവതി വിചാരിച്ചാൽ എന്ത് തടസ്സവും മാറ്റാം. വിശാലിന് അമ്മയെ ഉടനെ കാണാം, അവൾക്ക് അതിനൊക്കെയുള്ള കഴിവുണ്ട്, മോനതറിയില്ലേ? അപ്പോൾ വിശാൽ പറയും, കഴിഞ്ഞ തവണ അമ്മയെ പൂജ ചെയ്തുകൊണ്ട് വരാൻ നോക്കി, പക്ഷേ കണ്ണാടി ഉടഞ്ഞ് അത് നടക്കാതെ പോയി. പാർവതിക്ക് അത് സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പ്രഭാവതി പറയും, അവൾക്കത് പറ്റും മോനെ, പക്ഷേ നീ പാർവതിയോട് നേരിട്ട് അത് അപേക്ഷിക്കണം. അന്നേരം അവൾ അത് സാധിച്ചു തരും. അവളുടെ ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആണ്ടുപൂജ നടക്കുമ്പോൾ ഗായത്രി ചേച്ചിയുടെ പ്രസൻസ് ഉണ്ടായാൽ അതാ ആത്മാവിൻ്റെ മോക്ഷത്തിന് കാരണമാകും. ഇത് കേൾക്കുമ്പോൾ വിശാൽ പറയും, ഞാൻ എൻ്റെ അമ്മയെ കാണാൻ കൊതിച്ചിരിക്കുകയാണ്. ഞാൻ പാർവതിയോട് ആശയപ്പെടാം, എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് വിശാൽ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പ്രതാപൻ പ്രഭാവതിയോട് പറയും, ആക്ടിങ് സൂപ്പറായിരുന്നു, പക്ഷേ ആത്മാവിനെ വിളിച്ച് വരുത്തണോ ചേച്ചി? അപ്പോൾ പ്രഭാവതി പറയും, ഗായത്രിയെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയത് ഞാനാണ്. വിശാലിനെ അമ്മയെ ഇല്ലാതാക്കിയതും വിശാലിനെ കൊണ്ട് എന്നെ അമ്മ എന്ന് വിളിപ്പിച്ചതും ഞാൻ തന്നെയാണ്. അവൻ്റെ അമ്മയെ കാണാനുള്ള ഈ ഐഡിയ പറഞ്ഞു കൊടുത്തതും ഞാൻ. ആ ആത്മാവിനെ ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. പക്ഷേ ആ പാർവതി ഈ വീട്ടിൽ കാലുകുത്തിയത് മുതലാണ് നമുക്ക് ശനിദശ തുടങ്ങിയത്. നമുക്ക് വിശാൽ വഴി അവളെ ഇവിടെ നിന്ന് തുരത്തണം. അവൾ പോയാലേ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഇവിടെ നിന്ന് അനുഭവിക്കാൻ പറ്റൂ. പാർവതിയുടെ ദിവ്യദൃഷ്ടിയിൽ തെളിഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ അതിനു പുറകിൽ ഗായത്രിയുടെ ആത്മാവ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് വിശാൽ വഴി ഇങ്ങനൊരു നാടകം കളിക്കാൻ ഞാൻ തീരുമാനിച്ചത്. പാർവതിയെ കൊണ്ട് ഗായത്രിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തണം. അപ്പോൾ പ്രതാപം പറയും, അവിടെയാണ് എനിക്ക് വിയോജിപ്പുള്ളത് ചേച്ചി. ഗായത്രി പ്രത്യക്ഷപ്പെട്ടാലേ നമ്മൾ ചെയ്തതൊക്കെ അവർ വിളിച്ചു പറയില്ലേ? അത് നമുക്ക് പണിയാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ പ്രഭാവതി പറയും, നീ പേടിക്കേണ്ട പ്രതാപ, ഗായത്രിയുടെ ആത്മാവ് വന്നാലേ ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. ആത്മാനന്ദ സ്വാമികളെ ഞാൻ ആണ്ടുബലിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം അവളുടെ ആത്മാവിനെ ബന്ധിച്ചോളും. പിന്നെ പാർവതിക്ക് ഗായത്രിയുടെ ആത്മാവിനെ കാണണമെങ്കിൽ നമ്മളോട് പെർമിഷൻ ചോദിക്കേണ്ടി വരും. ഇപ്പോൾ എനിക്ക് സമാധാനമായി ചേച്ചി. അതേസമയം പാർവതി പൂജയ്ക്ക് വേണ്ടി എല്ലാം ഒരുക്കുകയാണ്. അവിടേക്ക് മൊബൈലിലൊക്കെ കളിച്ച് ചെരുപ്പിട്ട് വരികയാണ് കേട്ടോ ജാസ്മിൻ. അത് കാണുമ്പോൾ പാർവതി ജാസ്മിനോട് പറയും, പൂജ ചെയ്യാനുള്ള സ്ഥലത്തേക്ക് ചെരുപ്പിട്ട് വരല്ലേ, ദൈവകോപം കിട്ടും, ചെരുപ്പിട്ട് ഇവിടെ നിൽക്കാൻ പാടില്ല. അപ്പോൾ ജാസ്മിൻ പറയും, എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരാണടി? എനിക്ക് സൗകര്യമില്ല, നീ എന്നെ എന്തു ചെയ്യും? അപ്പോൾ പാർവതി പറയും, ഞാൻ ആജ്ഞാപിച്ചതൊന്നുമല്ല, അപേക്ഷിച്ചതാണ്. നീ എന്ത് പറഞ്ഞാലും ശരി, പൂജ ചെയ്യുന്ന ഈ സ്ഥലത്ത് ചെരുപ്പിട്ട് നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. വെറുതെ എന്നെ കൊണ്ട് അരുതാത്തത് ചെയ്യിപ്പിക്കരുത്. ഇത് കേൾക്കുമ്പോൾ ജാസ്മിൻ ചോദിക്കും, നീ എന്താടി എന്നെ തല്ലുവോ? എങ്കിൽ തല്ലടി. അങ്ങനെ പറയുന്ന ജാസ്മിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.